വെൽക്കം ടു അവർ ചാനൽ ടേസ്റ്റ് ദ ബെസ്റ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. എല്ലാവർക്കും മോരുകറി ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. എന്നാലും ഇത് എൻ്റെ രീതി അല്ലെങ്കിൽ എൻ്റെ അമ്മ പഠിപ്പിച്ച രീതിയിൽ ഒരു മോരുകറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മോരുകറി വെക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ കഷ്ണം ഇടാണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത്. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഇത്. ആയിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് വിഷസ് നൽകുകയാണ്. നമുക്ക് നമ്മുടെ കറി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോരുകറിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം തന്നെ മോര്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്, കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം, പച്ചമുളക് ഒരു 4 എണ്ണം, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി വേണം, 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇത് ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്, ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടി വെളുത്തുള്ളി വേണം, അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒരു പകുതി തേങ്ങ, പിന്നെ ഉപ്പ് വേണം, ജീരകം, ഇത് നല്ല ജീരകമാണ്, ചെറുജീരകമാണ്. ഇനി നമുക്ക് ഇതെല്ലാം ആദ്യമേ ഒന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ മുളക് ഇതുപോലെ ഒടിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങൾക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ തീ കൊടുത്തിട്ടില്ല, ഞാനൊരു ചട്ടി ഇങ്ങനെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ ബാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ആ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഞാനിവിടെ തൈര് നേരത്തെ പറഞ്ഞു, കട്ടത്തൈരാണ്, അത് ഞാനിതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ തൈരൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഞാൻ തീ കൊടുത്തിട്ടുണ്ട്, ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ അരപ്പിനി ഒന്ന് ചൂടായി വരണം. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ മുറിച്ചിടുന്നുണ്ട്. ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തൈര്, ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കാം. തൈരും അരപ്പും തമ്മിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം. എൻ്റെ ഫ്രണ്ട്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു ഇത്. സോ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ കൊഴുത്ത് വരും. ഇങ്ങനെ നമ്മൾ കടുകും കൂടെ പൊട്ടിച്ച് കഴിയുമ്പം നല്ലപോലെ കൊഴുത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക, കാരണം അത് കൊഴുത്ത് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എടുക്കാവുന്നതാണ്. ഇനി ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും. അതുകൊണ്ട് തിളയ്ക്കണ്ട, ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കടുക് പൊട്ടിക്കണം. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ചീഞ്ചട്ടിയിൽ എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ഉലുവയും കുറച്ച് കടുകും. ഉലുവ കുറച്ച് മതി, അധികം അതിൻ്റെ കയ്പായി പോവും. അതുകൊണ്ട് കുറച്ച് ഉലുവ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ
ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ടാലും മതി. ഞാൻ ഇവിടെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇനി നല്ലപോലെ ഇത് മൂപ്പിച്ച് എടുക്കുക. അങ്ങനെ ഞാൻ മൂപ്പിച്ചെടുത്തു. അതിൽ സിം ഓഫാക്കി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തു. അത് മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. ആ ചൂടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മോരിലേക്ക് ഒഴിക്കാം. ഞാൻ എപ്പോൾ കടുക് പൊട്ടിച്ചാലും ഇതുപോലെ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് എടുക്കാറുണ്ട്. കാരണം അമ്മ പറയുക ചീഞ്ചട്ടിയിൽ എണ്ണ ഉണ്ടാവും, അതുകൊണ്ട് അതിലേക്ക് ഒന്നും കൂടെ ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാറുണ്ട്. ഇനി കറി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മോരുകറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. പിന്നെ കൂടുതലായിട്ട് അറിയുന്നതിനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും റെസിപ്പീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയോ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.